ജലജ ആകെപ്പാടെ ടെൻഷൻ അടിച്ച് നിൽക്കാണ്. ഈ സമയത്ത് അഭി അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ, അമ്മയുടെ ബുദ്ധി ഒന്നും വർക്കൗട്ട് ആയില്ലേ എന്ന് ചോദിച്ച് കളിയാക്കുമ്പോഴേക്കും ജലജക്ക് ദേഷ്യം വരികയാണ്. ജലജ പോയി അഭിയുടെ ഷർട്ടിന് കുത്തിപ്പിടിച്ചിട്ട് ചോദിക്കുകയാണ്, നിന്നെപ്പോലെ ഒരു മകൻ ഉണ്ടായി പിന്നെ ഇതെല്ലാം ഇതിനപ്പുറം സംഭവിക്കും. നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് അവളുമാരുടെ മുമ്പിൽ എപ്പോഴും നാണം കിടുന്നത് ഞാനാ. എങ്ങനെ അവന്മാരെ കണ്ണി പെട്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തോ ഭാഗ്യം കൊണ്ട് അവളുമാരോട് ആരോട് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഇപ്പൊ എന്താമായിരുന്ന സ്ഥിതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും അഭി പറയാണ്, എന്താവാനാ, എല്ലാവരും വായന ശരിക്കും കേട്ടേനെ, കള്ളി എന്ന മുദ്ര മുത്തിയാനെ, അത് തന്നെ സംഭവിക്കാൻ പോന്നെ എന്നൊക്കെ പറയാണ്. എങ്കിലും അവളുമാർ എങ്ങനെ കണ്ടെന്നാ എനിക്ക് മനസ്സിലാവാത്തെ എന്ന് പറയുന്നുണ്ട്. അഭി പറയാണ്, ആ നയന ഇവിടെ ഉണ്ടെന്നുള്ള ഓർമ്മ അമ്മയ്ക്ക് വേണം. എന്ത് ചെയ്താലും അവളുടെ ഒരു കണ്ണ് നമ്മുടെ പുറകെ ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും സൂക്ഷിച്ചു വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ. അമ്മയെ എങ്ങനെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തേനെ. ജലജ പറയാണ്, അതിനെക്കുറിച്ച് നീ കൂടുതൽ പറയണ്ട. എനിക്കറിയാം, കുറെ ക്യാഷ് കൊണ്ട് തൊലച്ചെന്നല്ലാതെ നീ എന്താണ് ചെയ്തത്. ആ നിർമ്മല ഇറക്കിയിട്ട് എന്ത് സംഭവിച്ചു? അവളുമാര് എല്ലാവരും രക്ഷപ്പെട്ട് ഊരി പോവല്ലേ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇത്രയും വലിയൊരു സംഭവം ഉണ്ടാക്കിയിട്ട് പോലും അവളുമാര് എത്ര നൈസായിട്ടാ അതിന് ഊരിപ്പോയത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലേ നമ്മളോട് ഇറങ്ങി കൊടുക്കേണ്ടി വരും എന്ന് പറയാണ് ജലജ. അഭി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഇറങ്ങേണ്ടി വരില്ലാമേ, നമുക്കും ഈ ട്രഷറിൽ അങ്ങനത്തെ ഉള്ളതല്ലേ, നമുക്കും അതിന്റെ വിധം ക്യാഷ് കിട്ടേണ്ടതല്ലേ, കമ്പനിയുടെ ഒരു ലാഭത്തിന് പകുതി നമുക്കും കിട്ടേണ്ടതാ എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പോയാതെന്നോർത്താ ഞാൻ നിൽക്കുന്നത് എന്നൊക്കെ പറയാണ്. ഒന്നും മിണ്ടാതിരിടാ, ഒന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. നിനക്കറിയാവോ, ഞാനേ ഈ മൂർത്തി മുത്തശ്ശന്റെ മകള് പോലും അല്ല, എന്നെ അവർ ദത്തെടുത്ത് വളർത്തുന്നതാ. അതെങ്ങാണം അവളുമാർ അമ്മ അറിഞ്ഞ ഉണ്ടാവുന്ന അവസ്ഥ ആലോചിച്ച് നോക്കിയേ. പിന്നെ എനിക്കിവിടെ നിന്റെ വലിയമ്മ തരുന്ന ആ ഒരു വിലയുണ്ടല്ലോ, അതിന്റെ 4 വില പോലും അവളുമാർ തരികയില്ല എന്നൊക്കെ ജലജ പറയുന്നുണ്ട്. അനിക്കാ ഈ കുടുംബസ്വത്ത് കൊടുക്കാൻ പോകുന്ന ആ മുത്തശ്ശൻ പറഞ്ഞത്. അതുകൊണ്ട് എങ്ങനെയും ഇണങ്ങിക്കൂടി നിന്ന് കുറച്ച് സ്വത്തൊക്കെ ഉണ്ടാക്കാൻ നോക്ക്. എനിക്ക് ഈ കൊട്ടാരം കൊടുക്കുന്നതിൽ ഒരിക്കലും എനിക്ക് യാതൊരു താല്പര്യമില്ല എന്ന് പറയാണ്. അഭി പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്കൊന്നും തന്നില്ലെന്നുണ്ടെങ്കിൽ ഈ വീടിനെ തീയിടും. അങ്ങനെ തീയിട്ട് എല്ലാത്തിനെയും കൊല്ലും. നമുക്ക് കിട്ടാത്തത് ഇവിടെ ആർക്കും വേണ്ട എന്നൊക്കെ അഭി പറയാണ്. ജലജ പറയുന്നുണ്ട്, ഇമാതിരി പൊട്ട ബുദ്ധി ആലോചിക്കാതെ എന്തെങ്കിലും നല്ല ബുദ്ധി ആലോചിക്ക്. അവളുമാരെ ഇവിടെ നിറക്കിടാൻ വേണ്ടി എന്തെങ്കിലും ബുദ്ധികൾ ആലോചിക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അടുത്ത അനാമിക എന്ന് പറഞ്ഞവള് വരുന്നുണ്ട്. അവളിനി എങ്ങനെയാ ആയിരിക്കുന്നത് ആർക്കറിയാം. കെട്ടുകണക്കിന് പണവും സ്വർണമായിട്ട് അവളോട് വന്നത്. ഇപ്പൊ തന്നെ എല്ലാവരും അവളെ മരുമകളായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു. ഇനി വന്നു എന്നുള്ള അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കിക്കാണാം എന്നൊക്കെ പറയുന്നുണ്ട്. അനി വിഷമിച്ചിരിക്കായിരിക്കും. അങ്ങോട്ടേക്ക് നയന കോഫി ആയിട്ട് വരുന്നുണ്ട്. അനിക്ക് ആ കോഫി എടുത്തിട്ട് നയന ചോദിക്കാണ്, എന്താ അനി, നിന്റെ മനസ്സുകാരെ മാറ്റാൻ നീ തയ്യാറായില്ലേ എന്ന് ചോദിക്കാണ്. ഏടത്തി ഞാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റണ്ടേ എന്ന് പറയാണ്. നീ ഒരു കാര്യം മനസ്സിലാക്കണം, അനാമയ്ക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, ഇവിടെയുള്ള എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മൾ ചിന്തിക്കണം നമ്മുടെ മുത്തശ്ശനെ കുറിച്ചാ, മുത്തശ്ശന്റെ അസുഖത്തെ കുറിച്ച് മോൻ അറിയാലോ. അതുകൊണ്ട് ആവശ്യത്തെ കാര്യമൊന്നും തലയെ കേട്ടണ്ട. നന്ദുവിന് അങ്ങനെയൊന്നും ഇല്ലെന്ന് ഞാൻ മോനോട് പറഞ്ഞതല്ലേ. അതുകൊണ്ട് എല്ലാം മോൻ മറക്കണം. നന്ദുവുമായിട്ടുള്ള കൂട്ടുകെട്ടും എല്ലാം അവസാനിപ്പിക്കണം. അല്ലെങ്കിൽ അനാമിക വന്നു കയറിക്കഴിഞ്ഞാല് അനാമികയുടെ മനസ്സിൽ ഇപ്പോൾ തന്നെ ഒരു കരടുണ്ട്. ആ ഒരു കരട് വലുതാവും. എങ്കിൽ പിന്നെ നന്ദുവിന് പിന്നെ ഒരിക്കലും ഈ വീട്ടിലേക്ക് വരാൻ പറ്റാത്ത അവസ്ഥയാവും. അതുകൊണ്ട് മോൻ എല്ലാം മനസ്സിലാക്കിയിട്ട് എല്ലാം തീരുമാനിച്ച് മുമ്പോട്ട് പോകണമെന്ന് നയന പറയാണ്. പിന്നീട് നയന പറയുന്നുണ്ട്, ഈ വീട്ടിൽ തന്നെ നിന്റെ കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടി ഓരോരുത്തർ പ്ലാൻ ചെയ്ത് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുക. ആ മാല പോയിന്റ് പിറകിൽ തന്നെ അവരുണ്ട് എന്ന് പറയാണ്. അതെനിക്ക് മനസ്സിലായി ഏട്ടത്തി എന്ന് പറയുന്നുണ്ട്. മാല കിട്ടാഞ്ഞപ്പോ മോ സന്തോഷല്ലേ. മാല കിട്ടിയില്ലെങ്കിൽ ഈ വിവാഹം ഒരിക്കലും നടക്കില്ലായിരുന്നു എന്ന് നയന പറയാണ്. അന്ന് ആ നെല്ല് കിളിർപ്പിക്കാൻ വെച്ചില്ലേ, അതിനകത്ത് ആരോ എന്തോ പണിത് വെച്ചു. ഞാനാണെങ്കിൽ അത് പുറത്തു കൊണ്ട് കളഞ്ഞിട്ട് ഇവിടെ മുളച്ചൊന്നും നെല്ല കൊണ്ടുവച്ചത് എന്ന് നയന പറയുന്നുണ്ട്. അപ്പോഴേക്കും അനി പറയാണ്, എനിക്ക് അന്നേ മനസ്സിലായിരുന്നു, കാരണം അത് ചെയ്ത ആളെ എനിക്കറിയാൻ കിട്ടത്തി എന്ന് പറയുന്നുണ്ട്. ആരാന്നൊക്കെ മോൻ അപ്പം നന്നായിട്ട് അറിയാല്ലേ. അതുകൊണ്ട് ശ്രദ്ധിച്ചു വേണം ഓരോ കാര്യങ്ങൾ നീക്കാൻ. ഈ വിവാഹം എന്തായാലും നടക്കാതിരിക്കാൻ വേണ്ടി മോൻ പ്രാർത്ഥിക്കരുത്. അനി പറയുന്നുണ്ട്, ദൈവത്തിന് നിരക്കാത്തായിട്ട് ഒന്നും ഞാൻ ചെയ്യില്ല ഏട്ടത്തി എന്നൊക്കെ അനിയും പറയുന്നുണ്ട്. നയന പോയതിനു ശേഷം അനി അവിടെ വിഷമിച്ച് നിൽക്കാൻ കേട്ടോ. നവ്യ നയനോട് ചോദിക്കാണ്, നീ എന്തിനാണ് രക്ഷിക്കാൻ പോയത്? ഇത് നല്ലൊരു അവസരമായിരുന്നു. അവരെ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കായിരുന്നു. എന്റെ പൊന്നു ചേച്ചി, ഇപ്പൊ നമ്മള് പ്രശ്നം ഉണ്ടാക്കിയാലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവർ ഊരിപ്പോരും. പിന്നെ എല്ലാവരും മനസ്സിലതൊരു കരാട് കിടക്കത്തില്ലേ, എന്തിനു നമ്മൾ വെറുതെ പ്രാക്ക് മേടിച്ച് കിട്ടുന്നേ എന്ന് നയന ചോദിക്കുന്നുണ്ട്. നവ്യ പറയാണ്, ഓഹോ, അപ്പൊ അവർ ചെയ്തൊക്കെ നല്ല കാര്യമല്ലേ. അങ്ങനെ ഞാൻ പറയുന്നൊരു ചേച്ചി എന്ന് പറയുന്നുണ്ട്. നീ ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ ആ മാല കണ്ടില്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ അമ്മ ഈ വീട്ടിലെ കള്ളിയായേനെ. നമ്മൾ രണ്ടുപേരും അതിന്റെ പിന്നാലെ തൂങ്ങി ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോണ്ട അവസ്ഥ ഉണ്ടായേനെ എന്നൊക്കെ പറയാണ്. ജീവിതകാലത്ത് തേച്ചാലും മാറ്റാൻ പറ്റാത്തൊരു കറിയായിട്ട് അത് മാറിയേനെ എന്ന് പറയുന്നുണ്ട്. അത്രയും തെറ്റിയത് അവരെ വെറുതെ വിടണോ എന്നൊക്കെ ചോദിക്കുകയാണ്
നവ്യ. നയന പറയുന്നുണ്ട്, എന്താണ് ഈ പ്രശ്നം, ഇവിടുത്തെ അവസാനിക്കട്ടെ ചേച്ചി, ഇനി അതിന് വലിയ പ്രശ്നങ്ങളൊന്നും വേണ്ട എന്നൊക്കെ പറയാണ്. ഇത് കേൾക്കുന്നു കേട്ടോ കനകം ഞെട്ടിപ്പോവാണത് കേട്ടിട്ട് അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ നിങ്ങൾ പറഞ്ഞ് ആ ജലജ അപ്പൊ എന്റെ ബാഗിൽ കൊണ്ട് മാല വെച്ചല്ലേ? ഈശ്വര, നിങ്ങൾ കണ്ടില്ല, നിങ്ങൾ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പൊ എല്ലാവരും മുമ്പിൽ കള്ളിയായിട്ട് ഞാൻ ഉരുകി ഇവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടി വന്നേ എന്നൊക്കെ അവള് പറയുന്നുണ്ട്. ആ ജലജക്കിട്ട് ഞാൻ ശരിക്കൊരു പണി കൊടുക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടോ എന്നൊക്കെ പറയാണ്. നവ്യം പറയുന്നുണ്ട്, ഗതി കെട്ടാൻ ഇവിടെ നിൽക്കുന്നത്, പണ്ട് എനിക്ക് സ്വത്തമായൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ എനിക്കിപ്പോ ഒന്നുമില്ല. അവരും അവരുടെ മോനും രണ്ടും കണക്കാ. ഈ കുടുംബം തല്ലിപ്പിരിക്കാനും നമ്മളെ ഇവിടെ നിറക്കിവിടാൻ വേണ്ടി അവർ ഏത് നാറിയ പരിപാടിയും ചെയ്യും എന്നൊക്കെ നവ്യ പറയുന്നുണ്ട്. നയന പറയാണ്, ചേച്ചിയുടെ വയറ്റില് ഒരു കുഞ്ഞുണ്ട്, അതുകൊണ്ട് ആവശ്യത്തെ പ്രശ്നങ്ങൾക്കൊന്നും ചേച്ചി നിൽക്കണ്ട എന്നൊക്കെ നയന പറയാണ്. കനകം പറയുന്നുണ്ട്, എന്റെ ഈശ്വര, എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. ഏതൊരു വെഡിങ് ആനിവേഴ്സറിക്കൊക്കെ ഒരു തരം പൊന്നും കൊണ്ട് നിങ്ങളുടെ അച്ഛൻ വരുമ്പം അതുപോലും വേണ്ടാന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. എന്നിട്ടിപ്പോ 10 പവന്റെ മാല കട്ട ഒരു കള്ളിയാക്കി എന്നെ ചിത്രീകരിച്ചേനെ ആ നശൂലം എന്നൊക്കെ പറയുന്നുണ്ട്. അവക്കിട്ടുള്ള പണി ഞാൻ കൊടുത്തോളാം എന്ന് പറയാണ്. എന്നിട്ട് നവ്യ വന്നിട്ട് നയനോട് പറയുന്നുണ്ട്, നയന, നീ ഇങ്ങനെ ഓവർ പാവമാവരുത്, കാരണം നീ തലയിൽ കയറുന്ന എല്ലാവരും മോളെ വരയ്ക്കാൻ തുടങ്ങും. എന്നെ കണ്ടില്ലേ എന്റെ അമ്മായിമ്മയും എന്റെ ഭർത്താവിനെ എന്തെങ്കിലും പറഞ്ഞു ഞാൻ ശരിക്കും തിരിച്ചു പറയും, അതുകൊണ്ട് അവർ എന്റെ അടുത്ത് കൂടുതൽ വഴക്കണമെന്ന് വരാത്തെ എന്ന് പറയുന്നുണ്ട്. നയന പറയാണ്, ചേച്ചി അതുപോലെയല്ല, ആദർശേട്ടനും അമ്മയും അവരുടെ മനസ്സിൽ നല്ല സ്നേഹം നന്മയൊക്കെ ഉള്ളവരാ, പക്ഷെ നമ്മൾ രണ്ടിനും വന്ന വഴിയാ അവരെപ്പോഴും ആലോചിക്കുന്നത്, അതുകൊണ്ട് അവർക്ക് ദേഷ്യം, അവരെ ചതിച്ചു എന്നുള്ള ദേഷ്യം അവർക്ക്, അതൊക്കെ മാറിക്കോളും. പിന്നെ ചേച്ചി പറയുന്ന പോലെ എനിക്ക് പറയാൻ പറ്റില്ല, ആദർശേട്ടനും അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ ആദർശന് സഹിക്കാൻ കഴിയില്ല, അതുകൊണ്ട് എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്നൊക്കെ നയന പറയുന്നുണ്ട്. പിന്നീട് ജലജ റൂമിലിരുന്ന് വൈൻ കഴിക്കാൻ പോകുമ്പോഴേക്കും അങ്ങോട്ടേക്ക് കനകം കയറി വരുന്നുണ്ട്. ഞാൻ ഒരു കാര്യമൊക്കെ അറിഞ്ഞു, സത്യമാണോ ചോദിക്കുമ്പം എന്ത് കാര്യം എന്ന് ചോദിക്കുകയാണ്. അല്ല, എന്താ നീ കുടിക്കാൻ പോകുന്ന ചോദിക്കുമ്പം അതോ നിറവും സൗന്ദര്യം കൊണ്ടാണുള്ള അമേരിക്കയിൽ കൊണ്ടുവന്നൊരു മരുന്നാണ് എന്ന് പറയുന്നുണ്ട്. വൈനാന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെ അവളത് മുഴുവനും കുടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുടിച്ചിട്ട് ജലജനെ കുറെ ചീത്തയൊക്കെ പറയുന്നുണ്ട്. നീയല്ലേ മാലക്കള്ളിയാക്കാൻ നോക്കിയല്ലടി, നീ എന്താ വിചാരിച്ചത് ഞാൻ കള്ളിയാകുന്നോ, ഇപ്പൊ നീ അടി നാണം കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് ജലജയുടെ കർണക്കുറ്റി നോക്കി ഒരൊറ്റ അടി വെച്ച് കൊടുക്കാണ് അവള് കനകം. എന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് എന്നെ എന്റെ മക്കളെയും കള്ളികളാക്കി ഇവിടുന്ന് പറഞ്ഞയക്കണമല്ലേ? സമ്മതിക്കില്ലടി, നിന്നെ ഇവിടെ ഞാൻ പറഞ്ഞയക്കും, നീ കണ്ടോ, നീ അനുഭവിക്കാൻ പോന്നേ ഉള്ളൂ. ഞാനും എന്റെ മക്കളും നിന്നെ ഇവിടെ പെടാപ്പാട് പെടുത്താൻ പോവാ എന്നൊക്കെ കനകം പറയുന്നുണ്ട്. അങ്ങനെ ജലജോട് പറയാണ്, മര്യാദ കയറി കിടക്കടി എന്നൊക്കെ പറയുന്നുണ്ട്. ജലജ ഓർക്കാണ് എങ്ങനെയും ഫോൺ വിളിച്ച് എല്ലാവരും വരുത്തി ഇവളോട് കിടന്ന് കുടിക്കുകയാണെന്ന് പറയാനൊക്കെ ഓർത്ത് നിൽക്കുന്ന സമയത്ത് തന്നെ കനകം ആ ഫോൺ പിടിച്ചു മേടിച്ചിട്ട് നീ ആരടി വിളിക്കാൻ പോന്നേ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ നല്ല അടി കിട്ടേണ്ട വിഷമത്തില് ജലജ കയറി കിടക്കുകയാണ്. മര്യാദക്കൂടെ കിടന്നോണം, അല്ലെങ്കിൽ നിന്നെ ശരിയാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കനകവും കൂടെ കയറി കിടക്കുന്നുണ്ട്. ആ കുപ്പിയും കെട്ടിപ്പിടിച്ച് അവരുടെ ഫോണും മാറ്റിച്ചിലാണ് കിടക്കുന്നത്. അടിക്കുമെന്ന് പേടിച്ച് ജലജയും മിണ്ടാതെ കിടക്കുന്നുണ്ട്. അങ്ങനെ രാവിലെ ആവുന്നുണ്ട്. ഡ്രസ്സൊക്കെ മാറി കുളിയൊക്കെ കഴിഞ്ഞിട്ട് ജലജ വരികയാണ്. ഈ സമയത്ത് ഇന്നലെ രാത്രി നീ എന്തൊക്കെയാ പറയുന്ന ഓർക്കുന്നുണ്ടോ എന്ന് ജലജ ചോദിക്കുന്നുണ്ട്. കനകം പറയാണ്, നീ തന്നത് വൈന അറിഞ്ഞിട്ട് തന്നെ ഞാൻ കുടിച്ചത്, അതുകൊണ്ട് തന്നെ നിന്നോട് എന്റെ വർത്താനം പറഞ്ഞത്. ഇന്നലെ കിട്ടിയത് ഓർമ്മയുണ്ടോ? അതുപോലെ ഇനി ഇടക്കിടയ്ക്ക് കിട്ടും, നീ സൂക്ഷിച്ചോ എന്നൊക്കെ പറയാണ്. എന്നെ കള്ളിയാക്കാൻ നോക്കിയതല്ലേ, ഇനി നിന്റെ കഷ്ടകാലം ആരംഭിച്ചിരിക്കുക, നീ സൂക്ഷിച്ചിരുന്നു എന്നൊക്കെ കനകം പറയുന്നുണ്ട് കേട്ടോ.